നിങ്ങൾ പറഞ്ഞു നടക്കുന്നു ഈ 21 ചെറുപ്പക്കാരുടെ വീട്ടില് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കയറി വരും. ആര് പറഞ്ഞോ നിങ്ങളോട്? ഈ 21 ചെറുപ്പക്കാരുടെ വീട്ടിൽ കയറി പോവാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? നീ ആദ്യം ഷുക്കൂറിന്റെ വീട്ടിലേക്ക് കയറി ചെല്ല്, നീ ഷമീറിന്റെ വീട്ടിലേക്ക് കയറി ചെല്ല്. നെരിക്കാട്ടേരിയിൽ കട്ടപ്പുകയായി പിടഞ്ഞു മരിച്ച 5 ചെറുപ്പക്കാരുടെ വീടുകളിലേക്ക് നീ ചെല്ലുകയല്ല. നീ ഇരിട്ടിയിലെ സലാമിന്റെ വീട്ടിലേക്ക് നീ ചെല്ല്, നീ കക്കാട് ഷാദിലിയുടെ സിറാജിന്റെ വീട്ടിൽ ചെല്ല്, എടക്കാട് ഷാദിലിയുടെ വീട്ടിൽ ചെല്ല്, തളിപ്പറമ്പിലെ ലത്തീഫിന്റെ വീട്ടിൽ ചെല്ല്, കാഞ്ഞങ്ങാട് മുഹമ്മദ് അസറുദ്ദീന്റെ വീട്ടിൽ ചെല്ല്. എന്നിട്ട് മതി ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ പോകാൻ. പോയപ്പോ ഈ ഉമ്മമാരൊക്കെ കരഞ്ഞു പോരും. നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഒറ്റുകൊടുത്തിട്ടാണ് ഈ ചെറുപ്പക്കാരെ പിടികൂടിയത് എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾ 21 ആളുകളുടെ വീട്ടിൽ പോയി എന്ന്. ഇതിനെന്ത് നിലപാടാണെന്നാ ഞങ്ങൾ പറയേണ്ടത്? നിങ്ങൾ തന്നെ പറ, എന്ത് നിലപാടാണെന്നാ ഞങ്ങൾ പറയേണ്ടത്? നിങ്ങളറിയോ, നാരാത്ത് ബോംബ് പോലെ തോന്നിപ്പിക്കുന്ന വസ്തു പിടികൂടി, ഒരു ഉണക്ക വാള് പിടികൂടി, ഫോണ് പിടികൂടി. റെയ്ഡ് ഹാറൂന്റെ വീട്ടിൽ. ഹാറൂൻ ചെയ്ത തെറ്റെന്താ? മുസ്ലിം ലീഗുകാരാ, കടവത്തൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഹാറൂന് മുസ്ലിം ലീഗ് വിട്ട് പോയത് കോൺഗ്രസിലേക്കല്ല. ഹാറൂന് മുസ്ലിം ലീഗ് വിട്ട് വന്നത് STP എന്ന് പറയുന്ന നട്ടിലുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക്. അങ്ങനെ വന്നത്. നിങ്ങളുടെ ഗുണ്ടാപ്പണിക്ക് ഹാറൂനെ നിങ്ങൾക്ക് വേണമായിരുന്നു, നിങ്ങളുടെ തോന്നിയവാസങ്ങൾക്ക് നിങ്ങൾക്ക് ഹാറൂനെ വേണമായിരുന്നു. ഇപ്പോ കിട്ടുന്നില്ല, പ്രശ്നമാണ്. ഹാറൂൻ മൈക്കിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ വേണ്ടി തുടങ്ങി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, മുസ്ലിം ലീഗ് വിട്ടതിന് ശേഷം ഹാറൂൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഏത് കണ്ടിയായാലും ഞങ്ങൾക്ക് പറയാനുണ്ട്, ഹാറൂൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂൻ കൂത്തുപറമ്പ് മണ്ഡല പ്രസിഡന്റ്, കടവത്തൂരിലെ നേതാവ്. ഒരൊറ്റ കോള് മതി ഹാറൂന്. ആളെ കിട്ടൂന്ന് പഴയതുപോലെ ഒന്നല്ല, അറിയോ നിങ്ങൾ? എന്തിനു വേണമെങ്കിലും അതിന് നിങ്ങൾ മറ്റു വല്ല അർത്ഥവും നിങ്ങൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കണക്കാക്കിക്കോ. എന്തിനു വേണമെങ്കിലും ആരോട് വിളിച്ചാൽ വിളിപ്പുറത്ത് 100 കണക്കിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, പഴയ ഹാറൂനൊന്നുമില്ല. ഹാറൂന്റെ വീട്ടില് റെയ്ഡ്. പിന്നെ പോലീസുകാരെ തലവേദന വന്ന തലക്ക മരുന്ന് പറ്റേണ്ടത് കാലിനടിയിലല്ല, കാലിനടിയിൽ മരുന്ന് പരട്ടിയ തലവേദന വരോ? തലക്ക് പരട്ടണം മരുന്ന്. പിന്നെ ഞങ്ങൾക്ക് കടവത്തൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നട്ടപ്പാതിരക്ക് സൂര്യൻ ഒന്ന് ഉദിച്ചാൽ, ഒറ്റ നിമിഷം നട്ടപ്പാതിരക്ക് സൂര്യൻ ഉദിച്ചാൽ മുസ്ലിം ലീഗുകാരെ, കടവത്തൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ചരിത്രം പുറത്തു വരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണ് 21 ചെറുപ്പക്കാരെ ഒറ്റുകൊടുത്തു എന്ന് പറയുന്നു മുസ്ലിം ലീഗ്. അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തുന്നു മുസ്ലിം ലീഗ്, അതിനുവേണ്ടി പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, TP ചന്ദ്രശേഖരനെ 52 വെട്ടുപറ്റി സഖാക്കൾ TP ചന്ദ്രശേഖരനെ കൊല വിളിച്ചപ്പോ